വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. എന്നാ ശരി. അല്ല, ആരതി കയറുന്നില്ലേ? നിന്നെ ഉത്തരവാദിത്തത്തോടെ ഇവിടം വരെ കൊണ്ടാക്കാനാ ഞാൻ വന്നത്. ഞാൻ കേറുന്നില്ല, എനിക്ക് ജോലിയുണ്ട്. എന്തൊക്കെയാ അമ്പലത്തിൽ നടന്നത്? എനിക്കൊരു പിടിയും കിട്ടിയില്ല. എനിക്കും അതെ. അല്ലെങ്കിലും ഈ ആണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില സർപ്രൈസുകൾ ഒപ്പിക്കും. പിന്നെ അമ്പലത്തിൽ പോയ കാര്യം ചോദിച്ച് ആരെങ്കിലും വഴക്കുണ്ടാക്കി എന്ത് ചെയ്യും? ഓ, എന്ത് ചെയ്യാനാ? പ്രത്യേകിച്ചൊന്നും പറയില്ല. പറയുന്നവര് പറയുന്നവരുടെ വഴിക്ക് പോട്ടെ എന്ന് തീരുമാനിക്കും. യതീന്ദ്രൻ സാറിന്റെ ഉപദേശം. ഈ കലക്കവെള്ളത്തിൽ അങ്ങനെ ഒരാളുണ്ടല്ലോ കൈപിടിച്ച് നടത്താൻ. ശരി എന്നാ. ശരി. നീ എവിടെയായിരുന്നു? ക്ഷേത്രത്തില്. അതെന്താ, ഇന്ന് ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് വിശേഷം വല്ലതും ഉണ്ടോ? ആരതി വന്നു. കൂടെ ചെല്ലാമോന്ന് ചോദിച്ചു. ഇന്ന് അവരുടെ വിവാഹ വാർഷികമല്ലേ? ആരുടെ വിവാഹ വാർഷികം? ആരതിയുടെയും വിവേകിന്റെയും. എന്ന് നിന്നോട് ആര് പറഞ്ഞു? അവര് പറഞ്ഞു. അമ്പലത്തിൽ പ്രത്യേകം ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറകിൽ എന്തോ ഉണ്ടല്ലോ. വേദേ, അവരുടെ കല്യാണം നടത്തിയത് ആരാടി? ഏട്ടൻ. അവരുടെ കല്യാണം എന്നായിരുന്നു ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ട്, ഓഗസ്റ്റ് 1. കേട്ടില്ലേ? ഓഗസ്റ്റ് 1 അവരുടെ വിവാഹം. സൂര്യവിവാഹം നടത്തിക്കൊടുത്തതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് അറിയാം. എന്നിട്ടെങ്ങനെ ഈ മാസം വിവാഹ വാർഷികം വരുന്നേ? എനിക്കറിയില്ല, എന്നോട് അങ്ങനെയാ പറഞ്ഞത്. തട്ടിപ്പാണ് ചേച്ചി. അമ്പലത്തിൽ പോയതിന് ഒരു കാരണം പറയണമായിരുന്നു. വിവേകിന്റെ ആരതിയുടെയും വിവാഹ വാർഷികം എന്ന് പറഞ്ഞാല് നമ്മൾ അത് വിശ്വസിക്കുന്ന കരുതിയത്. നമുക്ക് ഡേറ്റ് ഓർമ്മയുണ്ടെന്ന് ഇവള് കരുതി കാണില്ല. ഈ കള്ള നീ തനിയെ പറഞ്ഞതാണോ അതോ ഇങ്ങനെ പറഞ്ഞാ മതിയെന്ന് ആരതി പറഞ്ഞതാണോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ അമ്പലത്തിൽ പോയത് യതീന്ദ്രൻ സാറിനോട് ചോദിച്ചിട്ടാ. എന്നാലും അത് അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, ഞാനുള്ള കാര്യം പറഞ്ഞേ. നിക്കടി. എന്തോ പറഞ്ഞല്ലോ, ചുണ്ടിന് താഴെ വച്ച് പറഞ്ഞതൊന്ന് ഉറക്കെ പറ. ചേച്ചി, ഈ പുറത്തു നിന്നുള്ള ആളുകളുടെ വരവ് ഒരു പ്രശ്നോ? അപ്പോഴാ ഇവളുടെ നാവി തിരിച്ചൊറിയുന്നത്. നോക്ക്, വലിയ ഗതിയില്ലാതെ ജീവിക്കുന്നവർക്കെ അത്യാവശ്യ സമ്പത്തുള്ള വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേൾക്കാനേ വലിയ സുഖ. ഭാരതിക്കും വിവേകിനും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അതിനുവേണ്ടി അവര് പലതും പറഞ്ഞു തരും. അതും വാങ്ങി കയ്യിൽ വെച്ച് ഈ വീട്ടിലേക്ക് വന്ന് കയറരുത്, കേട്ടോടി? അവളെ ഒന്ന് വിളിക്കണം, ആരതിയെ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു തവണ വിളിച്ചൊരടുപ്പം കിട്ടിയാ അതിന്റെ പേരിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറും അവളൊക്കെ. വാ. ഹലോ ആരതി. ആ നന്ദിനി, ഞാൻ കുറച്ചു നേരമായിട്ട് നല്ല ടെൻഷനില്ല. അത് നിന്നോട് പറയാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. അതാ നിന്നെ വിളിച്ചത്. എന്തുപറ്റി? അമ്പലത്തിൽ വെച്ച് വിവേക് പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികാന്ന്? അത് കള്ളവാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഓഗസ്റ്റ് 1. അത് ഞാൻ അറിഞ്ഞു. അതെങ്ങനെ? എന്നോട് ഇന്ദ്രജ മാഡം പറഞ്ഞു. വിവേക് എന്തിനാ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. എന്തിനാ അങ്ങനെ മാലയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തതെന്നും എനിക്കറിയില്ല. എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അവരവരുടെ പ്ലാനിങ്ങാ. ഞാൻ മാത്രം എല്ലാവരുടെയും കളിപ്പാവ പോലെ. ദേ, നീ അങ്ങനെ പറയരുത് നന്ദിനി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിത് പറയാനിപ്പോ നിന്നെ വിളിക്കുമായിരുന്നോ?
ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. സത്യത്തിൽ എനിക്കിന്ന് അമ്പലത്തിൽ പോകാൻ പ്ലാനൊന്നുമില്ലായിരുന്നു. ഏട്ടനും വിവേകും ഒന്നിച്ചുണ്ട് നിന്നെ കൂട്ടി അമ്പലത്തിലേക്ക് ചെല്ലാൻ എന്നോട് പറഞ്ഞത്. എന്തിനാ ഇതൊക്കെ? ഞാൻ കുറെ തവണ ചോദിച്ചു. അവസാനം എന്നോട് പറഞ്ഞത് എല്ലാം നന്ദിനിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാ. അതുകൊണ്ടാ ഞാൻ. അതെന്തായാലും നന്നായി. എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. നിനക്കെന്നോട് വിഷമം തോന്നല്ലേ? എന്നോട് മിണ്ടാതിരിക്കല്ലേ? ഇക്കാര്യത്തില് ആരതി തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെയൊക്കെ പറയുമ്പോ ആരായാലും അനുസരിച്ച് പോവില്ലേ? പക്ഷെ എന്തിനായിരിക്കുന്ന എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ആകെ ഒരു സമാധാനം ഒന്ന് സംഭവിച്ചത് ഈ വീടിനകത്തല്ലല്ലോ. പക്ഷേ വിവാഹ വാർഷികം ഇന്നല്ലെന്ന് ഇന്ദ്രജയ്ക്കും വേദയ്ക്കും അറിയാവുന്നതല്ലേ? അതിന്റെ പേരില് അവരിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? ഞാനിവിടെ കനലിന്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത്. അതിന്റെ ഇടയിലേക്ക് ഒരു തീപ്പട്ടി ഉറച്ചൊരാള് വന്നാല് എന്ത് പേടി തോന്നാനാ? വരുന്നത് വരട്ടെ. വിവേക് വരുമ്പോ ഞാൻ ചോദിക്കാം അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്. സൂര്യ സാറിനോട് ഞാനും ചോദിക്കാം. ഇടയ്ക്കൊന്നും മിണ്ടിയില്ലെങ്കിൽ നാവില്ലാന്ന് കരുതില്ലേ? മോളെ, ഞാൻ വീണ്ടും പറയാ, എന്നോട് പിണങ്ങല്ലേ. ആരതിയോട് ഞാൻ വീണ്ടും പറയാം, ഞാൻ പിണങ്ങില്ല. ഒരല്പെങ്കിലും ആശ്വസിക്കുന്നതും സംസാരിക്കുന്നതും ആരതിയുടെ അടുത്ത് വരുമ്പോഴാ. ആ വഴി ഞാനായിട്ട് അടക്കില്ലല്ലോ. എന്നാലും ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഹായ് നന്ദിനി, ഇന്നെന്താ താൻ നേരത്തെ തന്നെ റൂമിലുണ്ടല്ലോ? ജോലിയൊക്കെ കഴിഞ്ഞോ? ആ, ജോലിയൊക്കെ തീർത്തു. ഞാൻ സാറിനെ കാത്തു നിന്നതാ. ഓ ഗുഡ്. ഹസ്ബൻഡ് വരാൻ താമസിച്ചാലും വൈഫ് കാത്തിരിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് വല്ലതാണോ? അതൊന്നും അല്ല, എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുള്ളതുകൊണ്ടാ. എന്നെ കണ്ടാൽ ഉടനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണല്ലേ? അതെ, അമ്പലത്തിൽ വെച്ച് സാർ എന്നോട് പറഞ്ഞത് ഇന്ന് വിവേകിന്റെയും ആരതിയുടെയും വിവാഹ വാർഷികമാണെന്നല്ലേ? അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇന്ന് അവരുടെ വിവാഹ വാർഷികം അല്ലല്ലോ. അല്ലേ? ശരിക്കും അല്ലേ? ഞാൻ ആരതിയെ വിളിച്ചിരുന്നു. ആരതിക്ക് തെറ്റില്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു കള്ളം പറഞ്ഞ് ഞങ്ങളെ അമ്പലത്തിലേക്ക് വിളിപ്പിച്ചത്? വഴിപാട് നടത്തി മാല കഴുത്തിൽ ഇടിയിച്ചത്? അതെ, ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? ആ കാരണം എനിക്കറിയേണ്ടത്. എന്തായിരുന്നു സാറിന്റെ ഉദ്ദേശം? വെയിറ്റ് ആൻഡ് സീ. അത് തന്നോട് പറയാനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ താൻ അറിയോ? അത് ഇല്ല, അതെനിക്കിപ്പൊ തന്നെ അറിഞ്ഞേ പറ്റൂ. വെറുതെ വാശി കാണിക്കരുത് കേട്ടോ. വാശി തന്നെയാ സാർ. നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് ഇതിന്റെ അകത്ത് കിടന്ന് അനുഭവിക്കേണ്ട ഞാനാ. ചവിട്ട് കൊള്ളാം, പക്ഷെ അത് എന്തിനെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? തന്നെ ആരും ചവിട്ടാൻ പറ്റില്ല. തനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. സാർ എന്തോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ. അല്ല, എന്റെ തീരുമാനങ്ങളൊന്നും തനിക്ക് ദോഷം ഉണ്ടാക്കില്ലെന്നേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. അതെ, പിന്നെ പണി കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഉറങ്ങാൻ ആരുടെയും സമ്മതം ആവശ്യമില്ല. എന്റെ വയറ്റിൽ കിടക്കുന്നവന്മാരുണ്ടല്ലോ, അവരെന്നെ അങ്ങ് പാടി ഉറക്കിക്കോളൂ.